രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നത് ഈ മാസം 18 ഹൈക്കോടതി മാറ്റിയിരിക്കണം. വിശദമായ വാദത്തിന് വേണ്ടിയാണ് ഹർജി മാറ്റിവെച്ചത്. അതുവരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം നൽകിയതിന് എതിരായ സർക്കാർ ഹർജി അടുത്ത മാസത്തേക്കും മാറ്റിവെച്ചിരുന്നു. ബിനിലാണ് വിവരങ്ങളുമായി. ബിനിൽ, രാവിലെ മുതൽ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടുപരിസരത്ത് പോലീസ് ഉണ്ടായിരുന്നു. MLA പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കോടതിയിൽ ഒരു തീരുമാനം വന്നാൽ തുടർ നടപടി എന്ന നിലയിൽ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിന് ആശ്വാസം നൽകുന്ന നിലപാടാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ് ഇപ്പോഴത്തെ നടപടികൾ. കാരണം മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഹൈക്കോടതിയിലെത്തിയിരിക്കുന്ന ആദ്യ ബലാത്സംഗ കേസിൽ ഹർജി ഇപ്പോൾ 18 മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ഇനി അടുത്ത വ്യാഴാഴ്ചയായിരിക്കും ഇതിൽ വിശദമായ വാദം കേൾക്കുക. അതുവരെ അറസ്റ്റിനുള്ള വിലക്ക് തുടരുകയും ചെയ്യും. അതേസമയം രണ്ടാമത്തെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. അതിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീൽ ഉടനൊന്നും പരിഗണിക്കില്ല എന്നതാണ് വ്യക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് അയച്ച ഹൈക്കോടതി ഇത് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനാണ് മാറ്റിയിരിക്കുന്നത്. ക്രിസ്മസ് അവധിക്ക് ശേഷം എന്ന് പറയുന്നത് ജനുവരി 1 പിന്നീട് ഹൈക്കോടതി തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ജനുവരിയിലെ ആദ്യ ആഴ്ചയിൽ മാത്രമേ സർക്കാരിന്റെ ഹർജി ഇനി കോടതിയുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും അതിലും കൂടുതൽ സമയം സാവകാശം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുകയാണ്. ശരി, രണ്ട് കേസുകളിലും കൂടുതൽ സാവകാശം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 18 നീട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ